ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റിന് ജ്വല്ലറി എടുക്കാൻ പോയി കഥയാണ് ഗൈസ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മാല സെക്ഷനിൽ പോയി 2 മാല എടുത്തെന്ന് വെച്ചു. അത് കൺഫ്യൂഷൻ അടിച്ച് 1 മണിക്കൂർ കളഞ്ഞു. ഈ മാല എടുക്കണോ അതോ ഈ മാല എടുക്കണോ? ലാസ്റ്റ് ഞങ്ങൾ 2 മാല എടുത്തില്ല. കമ്മൽ സെക്ഷനിലോട്ട് പോയി. കമ്മൽ സെക്ഷൻ ചെന്നപ്പോൾ അതിലും വലിയ പ്രാന്താണ് അവിടെ നടക്കുന്നത്. എൻ്റെ പൊന്നു, എന്നെ വെറൈറ്റി ഓഫ് കമ്മൽസ്. പിന്നെ തിരിച്ച് ഞങ്ങൾ മാല സെക്ഷനിൽ തന്നെ വന്നു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കമ്മലിൻ്റെ അവിടോട്ട് വന്നു വെച്ചു. അങ്ങനെ ഞാൻ ഈ മലയാണ് എനിക്ക് എടുത്തത്. പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി അങ്ങനെ എടുക്കാനായിട്ടൊന്നും പോലും ആദ്യം കണ്ടത് തന്നെ എടുത്തു. പിന്നെ ഞങ്ങൾ കമ്മൽ സെക്ഷനിൽ പോയി. കമ്മൽ സെക്ഷനിൽ പോയപ്പോഴാണ് കേസ് അവിടെയാണ് ഞങ്ങൾക്ക് ഇച്ചിരി ടൈം എടുത്തത്. കുറച്ച് നല്ല കമ്മലുകളുണ്ടായിരുന്നു. ഇതെടുക്കണം അതെടുക്കണം. ലാസ്റ്റ് ഞങ്ങൾ ഒരു കമ്മലെടുത്ത് നോക്കി. ആ കമ്മലെടുത്തപ്പോൾ അതിലും നല്ലത് കിട്ടുമോ? നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഒന്ന് കിട്ടുമ്പോൾ അതിലും നല്ലത് കിട്ടുമോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഈ കമ്മലാണ് കേസ് എടുത്തത്. ഈ കമ്മലെടുത്തു, അത് കൊട്ടയിലാക്കി. പിന്നെ എൻ്റെ കമ്മലെടുക്കാൻ പോയി. എൻ്റെ കമ്മൽ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ആദ്യം കാണുന്നതാണ് എടുക്കുന്നത്. അതിനകത്ത് നിന്ന് ഒരു കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നേരെ എടുത്ത് കൊട്ടയിലാക്കി. പിന്നെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും എനിക്കില്ല ഗൈസ്. പിന്നെ ഞാൻ നേരെ പോകുന്നത് കമ്മൽ സെക്ഷൻ കഴിഞ്ഞല്ലോ. ഇതിൻ്റെ പേരെന്താ? വള സെക്ഷൻ. വള സെക്ഷനിലോട്ട് പോയി. വള കുറേ കൈ കുത്തിക്കയറ്റാനൊക്കെ നോക്കി ശ്രമിച്ചു. അവർ പറഞ്ഞ് മുളക് പൊട്ടും ഞാനിട്ട് തരാമെന്ന്. ലാസ്റ്റ് അവരാണ് ഗൈസ് വളയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതെന്ന്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല വളയായിരുന്നു അവിടുത്തെയൊക്കെ. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ എക്സ്റ്റൻഷൻ തൂക്കി തന്നപ്പോഴത്തേനും എനിക്ക് ഭ്രാന്ത്. എക്സ്റ്റൻഷൻ വെക്കണമെന്ന്. ഉള്ള മുടി വെട്ടിക്കളഞ്ഞിട്ട് എക്സ്റ്റൻഷൻ വെക്കുന്നതിൻ്റെ സുഖം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ല ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് വിഗൊക്കെ മേടിച്ച് എക്സ്റ്റൻഷൻ. പിന്നെ മാല എടുക്കാൻ പോയി. അങ്ങനെ ആദ്യം ഒരു മാല വെച്ച് നോക്കി, അത് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ മാല എടുത്തു. അങ്ങനെ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത മാല ഇതാണ് ഗൈസ്. ഇത് നല്ല എന്താ പറയുന്നത്, നല്ല ഡിസൈനുള്ള മാലയായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായിരുന്നു മറ്റേ സ്റ്റിക്കറില്ലേ മെഹന്തി ഇടുന്നത്, അതെടുത്തു. പിന്നെ ഞങ്ങൾ കുറേ 3 മണിക്കൂറായി ഇപ്പം തന്നെ. പിന്നെ മാലയുടെ വീഡിയോസൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് സംതൃപ്തിയോടെ വെച്ചു. എന്തൊക്കെ ഞാൻ പറഞ്ഞത്? ഓക്കെ. അപ്പം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി ഗൈസ്. ഈ കടയെന്ന് പറയുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി ഊർവശി എന്ന് പറയുന്ന കടയാണ്. ഓക്കെ, ബൈ.